ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം സമയം ഒരു 3:30 ആയിട്ടുള്ളൂ. ഞാനിതാ നേരത്തെ തന്നെ ഒന്ന് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനിതാ അരിപ്പൊടി കഴിഞ്ഞേക്കാൻ കേട്ടോ. അപ്പോൾ അതിനേക്ക് ഒന്ന് കഴുകി ഊറ്റി അതിനേക്ക് ഒന്ന് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനെ മറുത്ത് കൊണ്ടുവന്ന് വെക്കാൻ കേട്ടോ. കാക്ക് ചെറിയൊരു കൈവേദന കേട്ടോ, അല്ലെങ്കിൽ ഒക്കെയാണ് കേട്ടോ അതെല്ലാം ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് കാക്ക് ചെറിയൊരു ഓട്ടം ഉണ്ട്. അപ്പോൾ പിന്നെ മില്ല് കൊണ്ട് വെച്ചിട്ട് അങ്ങനെ നേരെ ഓട്ടം പോകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനിതാ വേഗം കട്ടൻ ചായ കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കട്ടൻ ചായ കൂടി കഴിഞ്ഞിട്ട് ഒക്കെ പോയിട്ടോ. ഒക്കെ പോയതിന് ശേഷം ഞാൻ അസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും മോനിതാ സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ. മോള് വന്നിട്ടില്ല, അവൾ 5:30 ആവട്ടോ വരുമ്പോൾ. മോൻ വന്നു ദാഹിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കുടിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ ചായ വെക്കാനൊന്നുമില്ല, കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ പോവാണ്. ഓറഞ്ചും വെള്ളം കൂടി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തു. പിന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചതും പിന്നെ അവൻ വന്ന് അവൻ്റെ എടുത്തിട്ട് പോയിട്ടോ. പിന്നെ ഞാനും കൂടെ അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കിന്നൊരു കുഞ്ഞ് ഓർഡർ ഉണ്ട് കേട്ടോ. 15 ഉഴുന്നുവടൻ്റെയാണ്. അതിന് ഞാനിതാ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാലത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതിനൊന്ന് അരച്ചെടുക്കണം. ഓർഡർ ചെറുതായാലും വലുതായാലും എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ ഓർഡർ കിട്ടിയാൽ ഓർഡർ കൊടുക്കുകയും ചെയ്യാം, ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാമല്ലോ. ഉഴുന്നുവടയ്ക്കൊക്കെ അരയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും ഗ്രൈൻഡറിലാണ് അരയ്ക്കാറുള്ളൂ. ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോഴാണ് എനിക്കത് പെർഫെക്റ്റായി വരാറുള്ളൂ. അങ്ങനെ ഉഴുന്നിനൊക്കെ ഞാനിത് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ വേണം അത് അരച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ അതൊക്കെ അരയ്ക്കാൻ വെച്ചിട്ട് ഞാനിത് അതിലേക്കുള്ള സബോളയും ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും കറുവേപ്പിലയൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം എനിക്കൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാനുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിത് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടേക്കുള്ളതാണ് കേട്ടോ. ഓർഡർ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞാൽ മാത്രമാണ് കേട്ടോ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുള്ളൂ. അങ്ങനെ നമ്മുടെ ഉഴുന്നൊക്കെ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ഉഴുന്നിനൊക്കെ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഉഴുന്ന് ഇതുപോലെ കട്ടി വേണം കേട്ടോ, എന്നാലാണ് കേട്ടോ ഉഴുന്നോടെ നല്ല കറക്റ്റായി വരുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 2-3 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് മുഴുവൻ കുരുമുളകാണ് കേട്ടോ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 2-3 സബോള എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ചെറുതായി കട്ട് ചെയ്താണ്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത്, ഇഞ്ചി കട്ട് ചെയ്ത്, പിന്നെ മല്ലിയിലയും കറുവേപ്പിൻ്റെ ഇലയും കൂടി ചെറുതായി കട്ട് ചെയ്താണ് കേട്ടോ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഉഴുന്നൊക്കെ നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് ഞാനിതാ അടി കട്ടിയുള്ള ഒരു ചീൻചട്ടി എടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. ഞാനിതാ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഉഴുന്നുമാവിന് ഇതുപോലെ ഒരു ബോളാക്കി എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തിയതിന് ശേഷം നടുവിലൊരു തുളയുണ്ടാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ എന്താ താത്ത ഗ്ലൗസ് ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടല്ലേ കേട്ടോ. എനിക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാൻ കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഗ്ലൗസ് ഇടാണ്ടിരുന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഞാനിതാ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ.
കൈ ഇടയ്ക്കിടയ്ക്ക് ഇതാ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കണം കേട്ടോ, എന്നാലാണ് കേട്ടോ നമ്മുടെ ഉഴുന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയണതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കണതെന്ന്. ഇനി നമുക്കതിനെ തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ അതിന് വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ ഉഴുന്നുവട പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ. അങ്ങനെ ഉഴുന്നുവടയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഞാനിതാ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ബാക്കിയുള്ളത് ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉഴുന്നുവട എല്ലാം ഞാനിതാ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇതാ 15 ഉഴുന്നുവട എനിക്ക് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനൊന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതവിടെ പാക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ അവർ വന്നത് അത് എടുത്ത് കൊടുക്കാമല്ലോ. ഇതിപ്പോൾ കൊടുക്കുന്നത് 10 രൂപയ്ക്കാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് കവറിലാക്കി വെച്ചു. പിന്നെ ഞാനിതാ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി മക്കൾക്ക് ദോശയും കൂടി ചുട്ടു കൊടുക്കുകയാണ്. ദോശയും ഉഴുന്നുവടയും ഇതാ കട്ടൻ ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവർക്ക് ഇതാ ഓരോരുത്തർക്കായിട്ട് കഴിക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ അവർക്ക് രണ്ടാൾക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഇതാ ഞാനും കൂടെ അവിടെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. ഞാൻ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ കഴിക്കണത്. ഇക്ക വന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.